സ്പൈഡർ നോയർ സ്നാപ്പ് അവൈലബിൾ ഓൺ പ്രൈം വീഡിയോസ് ഗൈസ്. കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം. സ്പൈഡർമാൻ ഫാൻസിന് കണ്ടിരിക്കാൻ പറ്റുന്ന പോലത്തെ ഒരു സാധനം എന്നതിന് ഉപരി വേറെ എന്തെങ്കിലും ഒരു എന്റർടൈൻമെന്റ് എൻഗേജിങ് കണ്ടന്റ് ആയിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. നിങ്ങൾ കാണാം, നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. മോസ്റ്റ്ലി എല്ലാവരും കണ്ടിട്ടുണ്ടാവും, കാരണം ഇറങ്ങിയിട്ട് കുറെ ദിവസം ആയില്ലേ. ഞാനിത് കാണാനുള്ള ഒരു മേജർ റീസൺ എന്ന് പറഞ്ഞാൽ സ്പൈഡർമാൻ ബ്രാൻഡ് വരുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ഈ സ്പൈഡർ നോയറിന്റെ ക്യാമിയോ വല്ലതും ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാ. ഇനി എങ്ങാനും ബിരിയാണി കിട്ടിയാലോ എന്ന് പറഞ്ഞിരുന്ന് കണ്ടതാ. പക്ഷേ ഈ സ്പൈഡർ നോയറിന്റെ ഒരു ക്യാമിയോ ബ്രാൻഡ് ന്യൂ ഡേയിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്തെങ്കിലും ഒരു ഇമ്പാക്ട് ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. നിങ്ങളത് കാണുന്നതുകൊണ്ട് എന്തെങ്കിലും ഇമ്പാക്ട് ഉണ്ടെന്ന് തോന്നുന്നില്ല. ബട്ട് ഓബിയസ്ലി സ്പൈഡർ നോയറിന്റെ ഒരു ക്യാമിയോ വരുമ്പോൾ തിയേറ്ററിൽ നല്ല രസമായിരിക്കും അത് കണ്ടുകൊണ്ടിരിക്കാൻ. അതിന് നിങ്ങൾ കാണണം എന്നൊന്നുമില്ല, കാരണം മോസ്റ്റ്ലി എല്ലാവർക്കും സ്പൈഡർ നോയറിനെ അറിയാം. കാരണം നമ്മൾ സ്പൈഡർമാൻ ടു സ്പൈഡർ വേഴ്സിൽ കണ്ടിട്ടുണ്ട് സ്പൈഡർ നോയറിനെ. അതിൽ നിക്കോളസ് കേജ് തന്നെയാണ് മൂപ്പർക്ക് ഡബ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഒരു മെയിൻ പ്ലസ് പോയിന്റ് ആയിട്ട് രണ്ടെണ്ണം എനിക്ക് പറയാനുള്ളത്. ഒന്ന് നിക്കോളസ് കേജിന്റെ ആക്ടിങ്, രണ്ട് സ്പൈഡർ നോയറിന്റെ ആക്ഷൻ സീക്വൻസും നല്ല രസമായിരുന്നു. നിക്കോളസ് കേജ് നമുക്ക് എല്ലാവർക്കും അറിയാം, കുട്ടിക്കാലം തൊട്ട് നമുക്ക് കേട്ടിട്ടുള്ള ഒരു പേരാണ്. ആക്ച്വലി ഞാൻ നിക്കോളസ് കേജ് എന്നല്ല ജോണി ബ്ലേസ് എന്ന് വിളിക്കാം മൂപ്പരെ. റീസെന്റ് കുറച്ചായിട്ടാണ് നിക്കോളസ് കേജ് എന്നുള്ള പേരായിട്ട് പറയാൻ. അത്രയും കാലം ഞാൻ മൂപ്പരെ ജോണി ബ്ലേസ് എന്ന് വിളിച്ചുകൊണ്ടിരുന്നത്. കാരണം നമ്മളെ സ്വന്തം ഗോസ്റ്റ് റൈഡർ മാർവൽ സ്റ്റുഡിയോസിലെ അല്ല സോറി MCUവിലെ ഏറ്റവും പവർഫുൾ ക്യാരക്ടറാണ് ഗോസ്റ്റ് റൈഡർ. ഡോക്ടർ ഡൂമിനെ അടിക്കാൻ പാകത്തിന് പവർഫുൾ ആയിട്ട് ഒരു ക്യാരക്ടർ MCUവിലുള്ള എനിക്കറിയാവുന്ന ഗോസ്റ്റ് റൈഡറാണ്. ബാക്കി നമ്മുടെ തോറും എല്ലാവരും ഉണ്ട്, ഇല്ലെന്നല്ല. ബട്ട് ഡോക്ടർ ഡൂമിന് താഴെ തന്നെ തോറിന്റെ ഒരു ആർമി തന്നെ ഡോക്ടർ ഡൂമിനുണ്ട്. അപ്പൊ അത്രയും തോഴ്സിനെ അടക്കി ഭരിക്കുന്ന ഒരാളാണ് ഡോക്ടർ ഡൂം. അപ്പൊ തോറിനേക്കാളും പവർഫുൾ ആയിട്ട് ഒരു ക്യാരക്ടർ ഡോക്ടർ ഡൂമിനെ അടിക്കാൻ. അത് ഗോസ്റ്റ് റൈഡറേ ഉള്ളൂ. ഐ ഹോപ്പ് അവഞ്ചേഴ്സ് ഡേ ഡൂംസ് ഡേയിൽ ഗോസ്റ്റ് റൈഡർ വരുമെന്ന് ഞാനും പ്രതീക്ഷിക്കുന്നു. അത് അപ്പം നോക്കാം. ബട്ട് അതിന് മുമ്പ് നമ്മൾ കാണുന്ന എല്ലാവരും ഭയങ്കര ഹൈപ്പായിട്ട് അല്ലെങ്കിൽ എല്ലാ റെക്കോർഡ് ഇതുവരെ ബ്രേക്ക് ചെയ്തിട്ടുള്ള അതിന് ബ്രേക്ക് ചെയ്യാൻ പോകുന്ന റെക്കോർഡായിട്ട് പറയുന്നതും സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ തന്നെയാണ്. അപ്പൊ അതിനൊരു ഇമ്പാക്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് കണ്ടത്, എങ്ങനെ ക്യാമിയോ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട്. ബട്ട് ഇതിന്റെ സ്പൈഡർമാൻ്റെ ആവശ്യമൊന്നും വെബ് സീരീസ് കാണേണ്ട ആവശ്യമൊന്നുമില്ല. ബ്രാൻഡ് ന്യൂ ഡേ കാണുന്നവര് കാണേണ്ട മെയിൻ വെബ് സീരീസ് എന്ന് പറഞ്ഞാൽ പനിഷർ, ഡെയർ ഡെവിൾ ഒക്കെയാണ്. ഏത് കണ്ടാലും ഡെയർ ഡെവിൾ കാണാം, ബിക്കോസ് ഡെയർ ഡെവിൾ ഇസ് എക്സ്ട്രീംലി ഓസം. ഓക്കെ. എല്ലാവരും ഭയങ്കരമായിട്ട് കണ്ടവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നുന്ന ഒരു ക്യാരക്ടറാണ് ഡെയർ ഡെവിൾ. ബാറ്റ്മാനെ പോലത്തെ ഒരു ക്യാരക്ടർ തന്നെയാണ്. ഡെയർ ഡെവിൾ ഒരു വീഡിയോ ഞാൻ എക്സ്ട്രാ ചെയ്യാം. ലീവ് ദാറ്റ് ബിഹൈൻഡ്. ഇപ്പോൾ സ്പൈഡർമാനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ സ്പൈഡർമാൻ ടു സ്പൈഡർ വേഴ്സിലും നിക്കോളസ് കേജ് തന്നെയാണ് ഡബ് ചെയ്തേക്കുന്നത്. അതിനകത്ത് കാണിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സ്പൈഡർമാന്റെ വേൾഡ് ഇസ് എൻറ്റയർലി ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അത് സ്പൈഡർമാൻ ടു സ്പൈഡർ വേഴ്സിൽ അങ്ങനെയാണ് കാണിക്കുന്നത്. കാരണം റുബിക്സ് ക്യൂബ് കയ്യിൽ കിട്ടുന്ന സമയത്ത് മൂപ്പര് എന്താന്ന് പറഞ്ഞ് നോക്കുന്ന സീനും അങ്ങനെ അങ്ങയുടെ യൂണിവേഴ്സിലേക്ക് തിരിച്ചു പോയതിനു ശേഷം എൻ്റെ യൂണിവേഴ്സ് ബ്ലാക്ക് ആൻഡ് വൈറ്റും ആ റുബിക്സ് ക്യൂബ് മാത്രം കളറായിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ സ്പൈഡർ നോയറിന്റെ വേൾഡ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ഇത് കാണിക്കുന്നത്. ഇതിനകത്ത് മൂപ്പര് ബെൻ റൈ എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്യുന്നത് ഒരു പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേറ്റർ ആയിട്ടാണ് കാണിക്കുന്നത് ഇതിനകത്ത്. അത് ആ ഒരു ക്യാരക്ടർ, അതായത് ആഫ്റ്റർ റിട്ടയർമെന്റ് ബെൻ റൈ എന്തൊക്കെ ചെയ്യുന്നു, ആ സ്പൈഡർമാന്റെ കംബാക്ക്, ഇതൊക്കെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ സാൻഡ്മാൻ, ഇലക്ട്രോ ഒക്കെയാണ് അതിനകത്ത് മെയിൻ വില്ലനായിട്ടൊക്കെ കാണിച്ചേക്കുന്നത്. അത് അന്നത്തെ ഒരു കാലത്തിന് അനുസരിച്ച് കാണിച്ചേക്കുന്നത്. പക്ഷെ ഇത് ബോത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആൻഡ് കളറിൽ അവൈലബിൾ ആണ്. ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെ കാണുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒരു വൈബ് കിട്ടും വെബ് സീരീസ് കാണുമ്പോൾ. ബാക്കി പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ബ്രാൻഡ് ന്യൂ ഡേക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വെബ് സീരീസ് ഒക്കെ മുഴുവൻ കാണാൻ തുടങ്ങിയത്. ആൻഡ് നിങ്ങൾ കാണുക, നിങ്ങൾക്ക് താല്പര്യമുള്ളവർ കാണുക. അതിനകത്ത് സ്റ്റോറി ആയിട്ട് പറയാനായിട്ടൊന്നും ഒന്നുമില്ല, സ്റ്റോറി ഒന്നും പറയാത്തത്. ലൈക്ക് ഐ സെഡ്, ആ ഒരു സ്പൈഡർമാന്റെ ക്യാരക്ടർ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളത് മാത്രം വെച്ചിട്ട് എടുത്തേക്കാണ്. പക്ഷെ വളരെ കുറച്ചേ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഇന്ന് ഒരു ദിവസം കൊണ്ട് കണ്ടു തീർക്കാൻ പറ്റാവുന്നേ ഉള്ളൂ. ബട്ട് നമ്മളിപ്പോൾ പലരും അനുഭവിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഒരു വെബ് സീരീസ് കാണാനുള്ള ക്ഷമയില്ലായ്മയാണ്. കാരണം നമ്മൾ ഇൻസ്റ്റാ റീൽസ് കണ്ട് പലരും സിനിമ കാണാനും വെബ് സീരീസ് ഒന്നും കാണാനുള്ള ഒരു പേഷ്യൻസ് പലർക്കും ഇല്ല. അപ്പൊ അത് ഉള്ളവരിരുന്ന് കാണുക, ഇല്ലാത്തവർ കാണാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ. ഇനി ഏതൊക്കെ വെബ് സീരീസ് ഇനി മാറാൻ അപ്കമിംഗ് ആയിട്ടൊന്നും വരാൻ എൻ്റെ അറിവിലില്ല. ഐ എം ഓൾസോ വെയിറ്റിംഗ് ഫോർ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ. അപ്പോൾ അതിൽ കാണാം. ഓക്കെ. ആൻഡ് ഡെയർ ഡെവിൾ ഒരു എക്സ്ട്രാ വീഡിയോ ഞാൻ ഈ വീക്ക് ലാസ്റ്റ് തന്നെ ചെയ്യാം. ഓക്കെ. സപ്പോസ് ഇതുവരെ ഡെയർ ഡെവിൾ കാണാൻ സമയമില്ലാത്തവർക്ക് വേണ്ടി ഒരു ഫുൾ വീഡിയോ യൂട്യൂബിൽ തന്നെ ഇട്ടേക്കാം. ഓക്കെ. അപ്പോൾ ഓക്കെ ഗൈസ്, എന്നാൽ ബൈ.